ഇന്ന് റമദാൻ 1 ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന നോമ്പുകാലത്തിന് തുടക്കമായി. ഇന്നലെ പൊന്നാനിയിൽ മാസപ്പിറവി കണ്ടതോടെയാണ് വ്രതാനുഷ്ഠാനങ്ങൾക്ക് തുടക്കമായത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുസ്ലിം സമൂഹത്തിന് ഇനി ആത്മശുദ്ധീകരണത്തിൻ്റെ നാളുകളാണ്. ഖുർആൻ പാരായണവും നിസ്കാരവും സക്കാത്തും ഇഫ്താർ വിരുന്നുകളുമായി റമദാൻ ആരംഭിക്കുന്നു. ما قطعتم من لينة أو تركتموها قائمة على أصولها فبإذن الله وليخزي الفاسقين. സുബഹി മുതൽ സൂര്യാസ്തമയം വരെ അന്നപാനീയങ്ങൾ വെടിയും. ഈ നാളുകളിൽ ചെയ്യുന്ന ഓരോ പുണ്യപ്രവർത്തിക്കും 10 മടങ്ങ് ഫലമുണ്ടാകുമെന്നാണ് വിശ്വാസം. റംസാൻ നാളുകളിൽ പതിവിലും കൂടുതലായി പള്ളികളിൽ സമയം ചിലവഴിക്കാനും വിശ്വാസികൾ ശ്രദ്ധിക്കുന്നു. വിശ്വാസിയുടെ വിളവെടുപ്പ് കാലം ആത്മവിചാരത്തിൻ്റെയും വിശുദ്ധിയുടെയും നാളുകളാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. കാരുണ്യത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും നരകമോചനത്തിൻ്റെയും സ്വർഗപ്രവേശനത്തിൻ്റെയും ദിനങ്ങൾ, ചെയ്തുപോയ തെറ്റുകൾ പൊറുപ്പിക്കാനുള്ള അവസരങ്ങൾ, ദാനധർമ്മത്തിനും അതുപോലെ തന്നെ കുടുംബബന്ധം ചേർക്കുന്നതിനും എല്ലാത്തിനും ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന നാളുകൾ. ലളിതമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്. നമ്മളെ പാവപ്പെട്ടവർ, അടുത്തുള്ള ആളുകൾ, അത് ഏത് ആളുകളായാലും നമ്മളത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അത് ശ്രദ്ധിക്കാതെ പോകരുത്. ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, അവർ നോമ്പുകാരാണോ അല്ലെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ലൈലത്തുൽ ഖദറും റമദാൻ മാസത്തിലാണ്. ഈ രാത്രിയിൽ ചെയ്യുന്ന സത്കർമ്മങ്ങൾക്ക് 1000 മാസങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയേക്കാൾ പുണ്യമുണ്ടെന്നും കരുതപ്പെടുന്നു. ജനം, കോഴിക്കോട്.